യുഎസിലെ വിദ്യാഭ്യാസ വകുപ്പിൽ കൂട്ട പിരിച്ചുവിടൽ നടപടി പുനരാരംഭിക്കാൻ ഡൊണാൾഡ് ട്രംപ് സർക്കാരിന് അനുമതി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. ജീവനക്കാർക്ക് അനുകൂലമായിരുന്ന കീഴ്ക്കോടതി ഉത്തരവ് സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഭരണപരമായ കാര്യങ്ങളിൽ പ്രസിഡന്റിന് തീരുമാനമെടുക്കാമെന്ന് കോടതി പറഞ്ഞു. ഇതോടെ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ട്രംപിന്റെ നീക്കത്തിന് തടസ്സമില്ലാതായി. സർക്കാർ നടപടി ഏകദേശം 1400ഓളം ജീവനക്കാരെ ബാധിക്കും. വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ട്രംപിന്റെ കൂട്ട പിരിച്ചുവിടൽ നടപടി. ഉദ്യോഗസ്ഥരെ കുറിച്ച് കാര്യക്ഷമത കൂട്ടുക, പ്രവർത്തനങ്ങൾ മറ്റ് ഏജൻസികൾക്ക് കൈമാറുക, കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ വകുപ്പിനെ മാറ്റുക, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയവയാണ് പിരിച്ചുവിടലിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. പിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടുള്ള ജീവനക്കാരെ മാർച്ച് മുതൽ ശമ്പളത്തോടുകൂടി അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജൂൺ ആദ്യവാരം ഇവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കീഴ്ക്കോടതി ട്രംപിന്റെ നീക്കത്തെ എതിർത്തു. കീഴ്ക്കോടതിയുടെ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ സർക്കാരിന്റെ വലിയ തോതിലുള്ള വെട്ടിച്ചുരുക്കലിന് കൂടുതൽ സഹായകമാവും. അതേസമയം സുപ്രീം കോടതി നടപടിയിൽ ലിബറൽ ജസ്റ്റിസുമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. ട്രംപിന്റെ പദ്ധതി കോൺഗ്രസിന്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുമെന്നും ഇത് നിയമലംഘനമാണെന്നും ജസ്റ്റിസ് സോണിയ സോട്ടോമേയർ വിമർശിച്ചു. വകുപ്പിനെ ഇല്ലാതാക്കാനുള്ള ട്രംപിന്റെ പരസ്യമായ പ്രഖ്യാപനം നിയമം ലംഘിക്കാനുള്ള ശ്രമമാണ്. ഈ വെട്ടിച്ചുരുക്കൽ പൗരാവകാശ നിയമങ്ങളുടെ നടത്തിപ്പിനെയും ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സഹായത്തെയും വിവേചനം തടയുന്നതിനുള്ള ശ്രമങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകി. ഇത് പറഞ്ഞറിയിക്കാനാവാത്ത ദോഷമുണ്ടാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മോൺ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ സ്വാഗതം ചെയ്തു. വിധി സുപ്രധാന വിജയമാണെന്ന് പ്രതികരിച്ച അവർ, പ്രസിഡന്റിനാണ് ജീവനക്കാരുടെ കാര്യത്തിലും ഭരണപരമായ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ അധികാരമെന്ന സുപ്രീം കോടതി അടിവരയിട്ടുവെന്നും ചൂണ്ടിക്കാട്ടി. കൂട്ട പിരിച്ചുവിടലിനെതിരെ 21 ഡെമോക്രാറ്റിക് സംസ്ഥാനങ്ങളും അധ്യാപക യൂണിയനുകളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. $1.6 ട്രില്യൺ വിദ്യാഭ്യാസ വായ്പ, പ്രത്യേക വിദ്യാഭ്യാസ സേവനങ്ങൾ, കുറഞ്ഞ വരുമാനമുള്ള സ്കൂളുകൾക്കുള്ള സഹായം എന്നിവയെല്ലാം അപകടത്തിലാകുമെന്നാണ് അവരുടെ വാദം. ട്രംപിന്റെ ഈ നീക്കം വിദ്യാഭ്യാസ വകുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണെന്ന ആരോപണവുമുണ്ട്. ജീവനക്കാരെ വെട്ടിക്കുറച്ച് സ്ഥാപനം പൂട്ടാനാണ് ട്രംപിന്റെ ശ്രമമെന്ന് പലരും പറയുന്നു. ഇതിനെതിരെ പല കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. കോടതി വിധി പൊതുവിദ്യാഭ്യാസത്തിനുള്ള വാഗ്ദാനത്തിന് തിരിച്ചടിയാണെന്ന് ഡെമോക്രസി ഫോർവേഡ് പ്രസിഡന്റ് സ്കൈ പെറിമാൻ പറഞ്ഞു. അമേരിക്കൻ ജനതയോട് ഒരു വിശദീകരണവും നൽകാതെ യുഎസ് സുപ്രീം കോടതിയിലെ ഭൂരിപക്ഷം ജഡ്ജിമാരും രാജ്യത്തെ എല്ലാ കുട്ടികൾക്കുമുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ വാഗ്ദാനത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 1979 കോൺഗ്രസ് രൂപീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ് കോളേജ് വായ്പകൾ നൽകുക, വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ വിലയിരുത്തുക, സ്കൂളുകളിൽ പൗരാവകാശം നടപ്പാക്കുക തുടങ്ങിയ പ്രധാന കാര്യങ്ങളാണ് ചെയ്യുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജില്ലകൾക്കും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും ഫെഡറൽ ഫണ്ട് നൽകുന്നതും ഈ വകുപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്ക് വിമർശനമുണ്ട്. ഇത് ബ്യൂറോക്രസിയുടെ മാലിന്യമാണെന്നും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകണമെന്നും അവർ വാദിക്കുന്നു. ഈ വർഷം മാർച്ചിൽ വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട ട്രംപ് വിദ്യാഭ്യാസം സംസ്ഥാനങ്ങളിലേക്ക് തിരികെ നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. താഴ്ന്ന വരുമാനമുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് മറ്റ് ഏജൻസികൾക്ക് കൈമാറുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.